മോഷൻ എലോങ് എ കർവ്, വെലോസിറ്റി, ആക്സിലേഷൻ ആൻഡ് സ്പീഡ്. അപ്പോൾ ആർ ഓഫ് ടി നമ്മൾ പൊസിഷൻ വെക്ടർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഫോർമുല ഒരു നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡി ആർ ബൈ ഡി ടി. ആക്സിലേഷൻ കാണാനുള്ള ഫോർമുല ഈ വെലോസിറ്റി ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡി വി ബൈ ഡി ടി. അല്ലെങ്കിൽ ഡി ആർ ബൈ ഡി ടിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റിയുടെ നോം വാല്യൂ എന്ന് പറഞ്ഞ പേരാണ് ഇത് സ്പീഡ് കേട്ടോ. അപ്പോൾ ഇത്രയും ഫോർമുലകളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് 2 സ്പേസിലാണെങ്കിലും അതുപോലെ 3 സ്പേസിലാണെങ്കിലും എങ്ങനെയാണ് കമ്പോണന്റ് ഫോം വരിക ആർ ഓഫ് ടിയുടെ കമ്പോണന്റ് ഫോം എങ്ങനെ വരിക? എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി കേട്ടോ. അത് 3 സ്പേസിലാണെങ്കിൽ എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെറ്റ് ഓഫ് ടി വരും. വെലോസിറ്റി പറയുമ്പോൾ ഓരോ കമ്പോണ്ടിനെയും ഓരോ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഈ കമ്പോണ്ടിനെ എന്ത് ചെയ്യുക? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ വെലോസിറ്റി എങ്ങനെ വരിക? എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെറ്റ് ഓഫ് ടീനെ ഓരോ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഈ കിട്ടിയതിനെ വീണ്ടും ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ നോം വി ഓഫ് ടി എന്ന് പറയുമ്പോൾ സ്പീഡ് പറയുമ്പോൾ നോം വി ഓഫ് ടി ആണ്. അതെങ്ങനെ വേണം? സ്ക്വയർ റൂട്ട് ഓഫ് വി ഓഫ് ടിയുടെ കമ്പൗണ്ടുകൾ ഡി എസ് ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറുകളുടെ സം എടുക്കുക, സം ഓഫ് സ്ക്വയേഴ്സ് എടുക്കുക. ആൻഡ് നോം വി ഓഫ് ടി പറയുമ്പോൾ ഇവിടെ എങ്ങനെ വരും? ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മൂവ്സ് along a circular path in such a way that its x and y coordinates at a time t are x equal to 2 cos t, y equal to 2 sin t. Find the instantaneous velocity and speed of the particle at a time t. Second question. Show that at each instant the acceleration vector is perpendicular to the velocity vector. എത്രയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ആർ ഓഫ് ടി എന്ന് എഴുതണം. ആർ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അറ്റ് എ ടൈം ടി ദി പൊസിഷൻ മെട്രിക്സ് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. ഇതിൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2 cos ടി, വൈ ഓഫ് ടിയുടെ വാല്യൂ 2 sin ടി കേട്ടോ. അപ്പോൾ ഇനി എന്താ വേണ്ടത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ആക്സിലേഷൻ ആൻഡ് സ്പീഡാണ് കണ്ടത്. വി ഓഫ് ടി കാണാനുള്ള ഫോർമുല എന്താണ്? ആർ ഡാഷ് ടി. ഒരു തവണ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കോസ് ടിയുടെ മൈനസ് സൈൻ ടി വരും, സൈൻ ടിയുടെ കോസ് ടി വരും. ദെൻ എ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ ടി എന്തായി മാറും? കോസ് ടി ആയി മാറും. കോസ് ടി എന്തായി മാറും? മൈനസ് സൈൻ ടി ആയി മാറും. ഈ സ്പീഡ് എന്ന് പറഞ്ഞെങ്കിൽ നോം വി ഓഫ് ടി ആണ്. അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക? സ്ക്വയർ റൂട്ട് ഓഫ് വി ഓഫ് ടിയുടെ വാല്യൂ ഇതാണ് കേട്ടോ, കമ്പോണൻസുകളാണ്. -2 സൈൻ ടിയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 സൈൻ സ്ക്വയർ ടി എന്ന് വരും. 2 കോസ് ടിയുടെ സ്ക്വയർ എന്താ വരിക? 4 കോസ് സ്ക്വയർ ടി എന്ന് വരും. ഇന്നൊരു 4 ഔട്ട്സ് എടുക്കുക, അപ്പോൾ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി വരും. അതിൻ്റെ വാല്യൂ എത്ര വരിക? സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ് വരിക. അപ്പോൾ √4 വരും. √4ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ് കേട്ടോ. അപ്പോൾ സ്പീഡ് കിട്ടി. ഇനി നമ്മളോട് എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഷോ ദാറ്റ് അറ്റ് ഈച്ച് ഇൻസ്റ്റന്റ് ദി ആക്സലറേഷൻ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി വെക്ടർ. അപ്പോൾ രണ്ട് വെക്ടറുകൾ എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവുക? അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് പെർപെൻഡിക്കുലർ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്? ആക്സലറേഷൻ വെക്ടറും അതുപോലെ വെലോസിറ്റി വെക്ടറും കേട്ടോ. അത് രണ്ടും പെർപെൻഡിക്കുലർ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, അത് 0 ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, അത് 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എന്താ വെലോസിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത്? വെലോസിറ്റി കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇവിടെ കിട്ടിയിരിക്കുന്നത് ആർ ഡാഷ് ടി ഈക്വൽ ടു 2 sin ടി ഐ പ്ലസ് 2 cos ടി ജെ. ഓക്കെ, ആക്സലറേഷൻ വെക്ടർ എത്ര കിട്ടിയിരിക്കുന്നത്? -2 cos ടി ഐ -2 sin ടി ജെ. ഇത് ഡോട്ട് ചെയ്യുക കേട്ടോ. എങ്ങനെ ഡോട്ട് ചെയ്യാം? വി ഓഫ് ടി ഡോട്ട് വിത്ത് എ ഓഫ് ടി. വി ഓഫ് ടി ഡോട്ട് വിത്ത് എ ഓഫ് ടി ഈക്വൽ ടു കമ്പൗണ്ട് വൈസ് മൾട്ടിപ്ലിക്കേഷൻ -2 sin ടി ഇൻറ്റു -2 cos ടി. എന്താ വരും? -2 ഇൻറ്റു -2 4 വരും. sin ടി ഇൻറ്റു cos ടി, sin ടി cos ടി വരും. പ്ലസ് വിത്ത് 2 cos ടി ഇൻറ്റു -2 sin ടി. 2 ഇൻറ്റു 2 4 വരും. ഈ നെഗറ്റീവ് വരും കേട്ടോ. അപ്പോൾ -4 cos ടി sin ടി വരും. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 0 ആണ് വരും. അപ്പോൾ വി ഓഫ് ടി ഡോട്ട് വിത്ത് എ ഓഫ് ടി എന്ത് കിട്ടി? 0 കിട്ടി. അതിന്റെ മീനിങ് എന്താണ്? ഈ രണ്ട് പേര് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഇത് എപ്പോഴാണ് ഈ പാരലൽ ആവുക? അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ കേട്ടോ. അടുത്ത്, എ പാർട്ടിക്കിൾ മൂവ്സ് ത്രൂ എ 3 സ്പേസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി വി ഓഫ് ടി ഈസ് ഐ പ്ലസ് ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ. Find the coordinate of the particle at a time t equal to 1 given that the particle is at the point -1, 2, 4 at a time t equal to 0. അപ്പോൾ വെലോസിറ്റി വെക്ടർ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഐ പ്ലസ് ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ ആണ് കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പൊസിഷൻ വെക്ടർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർ ഓഫ് ടി കാണാൻ എന്താ ചെയ്യേണ്ടത്? ആർ ഓഫ് ടി വി ഓഫ് ടി എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത്? ആർ ഓഫ് ടിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് വി ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത്. അപ്പോൾ വി ഓഫ് ടിയിൽ നിന്ന് ആർ ഓഫ് ടി കാണാൻ എന്താ ചെയ്യേണ്ടത്? ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക കേട്ടോ. മനസ്സിലാവുണ്ടോ? ആർ ഓഫ് ടിയിൽ നിന്ന് നമ്മൾ വി ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്തിരുന്നത്? ആർ ഓഫ് ടീനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ വി ഓഫ് ടീനെ നേരെ തിരിച്ച് ആർ ഓഫ് ടിയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഓഫ് ടി ഡി ടി. അപ്പോൾ വി ഓഫ് ടീൻ്റെ വാല്യൂ എത്രയാണ്? ഐ പ്ലസ് ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ കേട്ടോ. ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വി ഓഫ് ടിയുടെ വാല്യൂ ഐ പ്ലസ് ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ. അപ്പോൾ അല്ലെങ്കിൽ ഐ ഡി ടി എന്നാണ് വരിക. അപ്പോൾ ഡി ടിയുടെ ഇൻ്റഗ്രൽ ടി വരും. ടി ഡി ടി എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ ബൈ 2 വരും. ടി സ്ക്വയർ ഡി ടി എന്ന് പറയുമ്പോൾ ടി ക്യൂ ബൈ 3 വരും കേട്ടോ. ഒരു പ്ലസ് സി കൊടുക്കുക. ഇത് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഈ സി കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റിനകത്ത്. എന്താണ് കണ്ടീഷൻ തന്നിരിക്കുന്നത്? ഈ ക്വസ്റ്റിനകത്ത്
ഈ ക്വസ്റ്റിനകത്ത് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ കണ്ടീഷൻ? ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ടൈം t = 1. t = 1 അതിന്റെ പൊസിഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ദാറ്റ് ദി പാർട്ടിക്കിൾ ഈസ് അറ്റ് എ പോയിന്റ് -1, 2, 4 അറ്റ് ടൈം t = 0. ടൈം 0 ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്താണ്? -1, 2, 4 ആണ് കേട്ടോ. ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അത് സി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സി കാണാൻ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് r of t = this one. Since the coordinate of the particle at a time t = 0 or -1, 2, 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മീനിങ് എന്താണ്? r of 0 = ടൈം 0 പറയുമ്പോൾ r of 0. അപ്പോൾ r of 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ മെറ്റർ ആണ്. 0 വരുന്ന പൊസിഷൻ മെറ്റർ. അത് എത്രയാണെന്ന് അവർ പറഞ്ഞത്? -1, 2, 4 എന്ന് വെച്ചാൽ -i + 2j + 4k ആണെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ എന്ത് വന്നു? ഈ കണ്ടീഷനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? സിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ടിക്ക് എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. ആറിന് എന്തിട്ട് കൊടുക്കണം? -i + 2j + 4k. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? -i + 2j + 4k വരും. ഇവിടെ ടി കാണുന്നതൊക്കെ എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 0, 0, 0, c എന്ന് വരും. അപ്പോൾ സിയുടെ വാല്യൂ എന്ത് കിട്ടി? സിയുടെ വാല്യൂ -i + 2j + 4k എന്ന് വരും. ഇതാണ് സിയുടെ വാല്യൂ. ഇനി ചെയ്യേണ്ട എന്താണ്? ഈ 3 എവിടെ ഇട്ട് കൊടുക്കണം? സിയുടെ വാല്യൂ കിട്ടി. ആ സിയുടെ വാല്യൂന് എവിടെ ഇട്ട് കൊടുക്കണം? നമ്മൾ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കണം. ഏതാ ഇക്വേഷൻ? സിയുടെ വാല്യൂ നമുക്ക് എവിടെ ഇട്ട് കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കണം. ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, സിയുടെ വാല്യൂ പുട്ട് 3 in 1 അങ്ങനെ വന്നു. ദെൻ ഐകൾ ഗ്രൂപ്പ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ t-1 വരും. ജെകൾ ഗ്രൂപ്പ് ചെയ്യുക. ഇവിടെ t²/2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് കേട്ടോ, +2 വരും. കെകൾ ഗ്രൂപ്പ് ചെയ്യുക. t³/3 + 4 വരും. ദെൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പൊസിഷൻ മെറ്റർ ആയിട്ട് t = 1 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടിക്ക് എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. ഇവിടെ 0 വരും. ഇവിടെ 1/2 + 2 വരും. ഇവിടെ 1/3 + 4 വരും. ഇതൊന്ന് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 5/2 വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ 13/3 വരും. അതാണ് t = 1 വരുന്ന പൊസിഷൻ മെറ്റർ കേട്ടോ. അപ്പോൾ അതിന് കോർഡിനേറ്റ് എങ്ങനെ വരിക? ആ t = 1 വരുന്ന കോർഡിനേറ്റ് എങ്ങനെ വരിക? 0, 5/2, 13/3. ആ കോർഡിനേറ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ t = 1 ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്താണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഏത് പോയിന്റിലായിരിക്കും വരിക? 0, 5/2, 13/3. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വെലോസിറ്റി, സ്പീഡ് ആൻഡ് ആക്സലറേഷൻ അറ്റ് ദി ഗിവൺ ടൈം t of a particle moving along the given curve. എക്സിന്റെ വാല്യൂ തന്നുണ്ട്, വൈൻ്റെ വാല്യൂ തന്നുണ്ട്, സെറ്റിന്റെ വാല്യൂ തന്നുണ്ട് അറ്റ് t = 2. അപ്പോൾ r of t ആദ്യം എഴുതണം. x of ti + y of tj + z of tk. x of tന്റെ വാല്യൂ എത്രയാണ്? 1 + 3t ആണ്. y of tയുടെ വാല്യൂ 3 - 4t. z of tയുടെ വാല്യൂ എത്രയാണ്? 7 + 3t ആണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്താ കണ്ട? വെലോസിറ്റി ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 1ന്റെ 0, 3tയുടെ 3 വരും. 3ന്റെ 0, 4tയുടെ എന്ത് വരും? -4 വരും. -4tയുടെ -4 വരും. 7ന്റെ 0, 3tയുടെ 3 വരും കേട്ടോ. അപ്പോൾ 3i - 4j + 3k വരും. a of t എന്ന് പറയുമ്പോൾ ഒരു തവണ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആണ് വരിക കേട്ടോ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? v of tയുടെ നോം വാല്യൂ കേട്ടോ. v of tയുടെ നോം വാല്യൂ അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? നോം റൂട്ട് ഓഫ്. ഇപ്പോൾ നോം v of t = √9 + 16 + 9 കേട്ടോ. സം ഓഫ് സ്ക്വയേഴ്സ് √34. Fourth question, find the position and velocity vectors of the particle given a of t = t + 1 raised to -2j minus e raised to -2tk and v of 0 തന്നിട്ടുണ്ട്, r of 0 തന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ വെലോസിറ്റിയും അതുപോലെ പൊസിഷനും ഫൈൻഡ് ഔട്ട് ചെയ്യണം. പൊസിഷൻ മീൻസ് r of t. അപ്പോൾ ഞാൻ a of t ആദ്യം എടുത്ത് എഴുതി. അപ്പോൾ a of t നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്നത് v of t ആണ് കേട്ടോ. വെലോസിറ്റി ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയിലേക്ക് വരും. അപ്പോൾ ഇൻ്റഗ്രൽ a of t dt. a of tയുടെ വാല്യൂ ഇതാണ് കേട്ടോ. ഈ വാല്യൂ ആണ് ഇട്ട് കൊടുത്തത്. ദെൻ x raised to n dxന്റെ ഇൻ്റഗ്രൽ എന്താണ്? x raised to n + 1/n+1 ആണ്. അത് x raised to n എന്നുള്ള ഫോർമാറ്റാണ്. x raised to n + 1 / n+1. അപ്പോൾ -2 + 1 / -2 + 1 വരും. ഇതേത് ഫോർമാറ്റാണ്? e raised to at കേട്ടോ. e raised to at/a എന്ന് വരും. അപ്പോൾ e raised to -2t/-2 വരും. പ്ലസ് ഒരു c1 കൊടുക്കുക കേട്ടോ, കോൺസ്റ്റന്റ്. ഓക്കെ, അത് നന്നാക്കി എഴുതാം. ഇത് -1 വരും, ഇത് -1 വരും, ഇത് നെഗറ്റീവ് പോസിറ്റീവ് വരും. e raised to -2t/2 k + c1. അപ്പോൾ ഇത് നെഗറ്റീവ് ഞാൻ മുകളിലേക്ക് എടുത്തു. ഈ നെഗറ്റീവ് പവർ എന്ന് പറയുമ്പോൾ താഴത്തോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ t + 1j e raised to -2t/2 k + c1 വരും. ഓക്കെ, ഇനി അടുത്തത് അത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത് ഞാൻ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഇതാണ് നമ്മളുടെ v of t. ഇനി അടുത്ത r of t ആണ് ചെയ്യേണ്ടത്. r of t എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ v of t dt. ഇതിനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഞാനിത് എടുത്ത് എഴുതി dt. ഒരു തവണ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ 1/x എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ 1/x = log x ആണ്. ഇൻ്റഗ്രൽ e raised to x dx ആണെങ്കിൽ എന്താ വരിക? e raised to ax/a ആണ് കേട്ടോ. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രേഷൻ ശ്രദ്ധിക്കണം. 1/t + 1 എന്ന് പറയുമ്പോൾ log t + 1 വരും. e raised to 2t ഉണ്ടെങ്കിൽ e raised to -2t/-2 വരും. ഓൾറെഡി 2 ഉള്ളതുകൊണ്ട് -4 ആവും കേട്ടോ. ഇവിടെ c1 dt ആണ്. c1 dt പറയുമ്പോൾ c1t വരും. പ്ലസ് ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുക്കുക c2. ഇത് അതേപോലെ എഴുതി. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എഴുതി c1t + c2 വരും. ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം.
ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? അപ്ലൈ ദി കണ്ടീഷൻ വി ഓഫ് സീറോ ഈക്വൽ ടു, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? അപ്ലൈ ദി കണ്ടീഷൻ വി ഓഫ് സീറോ ഈക്വൽ ടു 3i മൈനസ് ജെ. അത് എവിടെ കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 ഏതാ? ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇവിടെ ടിക്ക് രണ്ട് സൈഡും 0 കൊടുക്കുക. അപ്പോൾ വിയുടെ വാല്യൂ ഒരു തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ടി കാണാതൊക്കെ എന്ത് ചെയ്യുക? 0 കൊടുക്കുക. ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക കേട്ടോ. അപ്പോൾ വി ഓഫ് ടിക്ക് ഏത് വാല്യൂ കൊടുക്കണം? വി ഓഫ് 0 എന്ന് പറയുമ്പോൾ എത്രയും വരിക? 3i മൈനസ് ജെ. ഇവിടെ 3i മൈനസ് ജെ വരും. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്യുക? ടി കാണാതൊക്കെ 0 കൊടുക്കുക. അപ്പോൾ മൈനസ് ജെ പ്ലസ് 1/2k പ്ലസ് C1 വരും. ഇനി എന്ത് ചെയ്യുക? ഈ C1 ഇവിടെ നിർത്തുക, ഈ രണ്ട് ടേം ലെഫ്റ്റിലേക്ക് എടുക്കുക കേട്ടോ. C1 ഇവിടെ നിർത്തുക, ഈ രണ്ട് ടേം എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് എടുക്കുക. 3i മൈനസ് ജെ പ്ലസ് ജെ വരും, മൈനസ് 1/2k വരും. ഇപ്പോൾ 3i ഇത് രണ്ടും കട്ടായി പോകും, 1/2k വരും. അതാണ് C1ന്റെ വാല്യൂ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? R ഓഫ് 0 ഈക്വൽ ടു k ആണ് കൊടുക്കേണ്ടത്. അടുത്ത കണ്ടീഷൻ ഏതാണ്? R ഓഫ് 0 ഈക്വൽ ടു k ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് രണ്ട് തരം ടിക്ക് 0 കൊടുക്കുക കേട്ടോ. അപ്പോൾ R ഓഫ് 0ന്റെ വാല്യൂ k വരും. ഇവിടെ ടി കാണത്തൊക്കെ 0 കൊടുക്കണം കേട്ടോ. ടി കാണത്തൊക്കെ 0 കൊടുക്കുമ്പോൾ ഇവിടെ k വരും. ഇവിടെ എന്ത് ചെയ്യുക? ടി കാണും 0 കൊടുക്കും. അപ്പോൾ log 1 0 ആണ് വരിക. ഇവിടെ e0 1 വരും. ഇവിടെ ഇത് 0 ആയി പോകും കേട്ടോ. പ്ലസ് C2 വരും. അപ്പോൾ മൈനസ് k, ഇത് log 1 എന്ത് വരും? 0 വരും കേട്ടോ. അപ്പോൾ മൈനസ് k പ്ലസ് C2 ആണ് വരിക. R ഓഫ് 0ന്റെ വാല്യൂ എത്രയാണ്? k ആണ് കേട്ടോ. ഈ ടേം എന്ത് ചെയ്യുക? C2 എന്താ വരിക? ഈ ടേം ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ k പ്ലസ് 1/4k എന്ന് വരും, 5/4k എന്ന് വരും. ടണ്ടലം ചെയ്യാം. ഇത് ജൂലൈ 2021 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. യൂസ് ദി ഗിവൺ ഇൻഫർമേഷൻ ടു ഫൈൻഡ് ദി പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്ടേഴ്സ് ഓഫ് ദി പാർട്ടിക്കിൾ വിത്ത് ആക്സലറേഷൻ തന്നിട്ടുണ്ട്. വി ഓഫ് 0 എന്നുണ്ട്, R ഓഫ് 0 എന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എ ഓഫ് ടി എഴുതാം, മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ. വി ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എ ഓഫ് ടി ഡി ടി ആണ് കേട്ടോ. എ ഓഫ് ടിയുടെ വാല്യൂ എത്രയാണ്? മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ. ഓക്കെ, ഇതൊരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കോസ് ടിയുടെ മൈനസ് സൈൻ ടി വരും, സൈൻ ടിയുടെ കോസ് ടി വരും. പ്ലസ് ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുക്കണം, പ്ലസ് C1 കേട്ടോ. ദെൻ ആർ ഓഫ് ടി ആണ് കണ്ടത്. വി ഓഫ് ടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കണ്ട് ആർ ഓഫ് ടി. ആർ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ വെലോസിറ്റിനെ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇങ്ങോട്ട് എടുത്ത് എഴുതി ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സൈൻ ടിയുടെ മൈനസ് കോസ് ടി വരിക, അപ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആവും. കോസ് ടിയുടെ സൈൻ ടി, C1 dt എന്ന് പറയുമ്പോൾ C1 t വരും. പിന്നെ ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് C2 കൊടുക്കുക. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? വി ഓഫ് 0 ഈക്വൾ i ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് തരം ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ വി ഓഫ് 0ന്റെ വാല്യൂ എന്ത് വരും? i വരും. ഇവിടെ സൈൻ 0, ഇവിടെ കോസ് 0 വരും കേട്ടോ. സൈൻ 0ന്റെ വാല്യൂ 0 ആണ്, കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ j പ്ലസ് C1 ആണ് വരിക. അപ്പോൾ അതിന് C1ന്റെ വാല്യൂ കിട്ടും, i മൈനസ് ജെ എന്ന് കിട്ടും. അടുത്ത കണ്ടീഷൻ എന്താണ്? R ഓഫ് 0 ഈക്വൾ ടു, അടുത്ത കണ്ടീഷൻ എന്താണ്? R ഓഫ് 0 ഈക്വൾ ടു j ആണ്. അപ്പോൾ ടിക്ക് രണ്ട് സൈഡ് 0 കൊടുക്കുക. അപ്പോൾ R ഓഫ് 0ന്റെ വാല്യൂ ഇവിടെ j വരും. ഇവിടെ കോസ് 0, ഇവിടെ സൈൻ 0, അത് 0 കേട്ടോ. കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ i പ്ലസ് C2 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ C2ന്റെ വാല്യൂ എന്ത് വരും? j മൈനസ് i എന്ന് വരും കേട്ടോ. ഇതിന് അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഫോർമുല ഇതാണ്, ഡെൽറ്റ ആർ. ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഡെൽറ്റ ആർ ആണ്. അപ്പോൾ ആർ ഓഫ് ടി തന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ രണ്ട് T1 T2 ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ പറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആർ ഓഫ് T2 നിന്ന് ആർ ഓഫ് T1 സബ്ട്രാക്ട് ചെയ്യുക. അത് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? T1 to T2 എന്ത് ചെയ്യണം? നോം വി ഓഫ് ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയുള്ളൂ ചേഞ്ച്. അത് ക്വസ്റ്റൻ പേപ്പർ ചോദിക്കാറുണ്ട്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഒരു ക്വസ്റ്റൻ ആണത്. സപ്പോസ് ദാറ്റ് എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ ഹെലിക്സ് ഇൻ 3 സ്പേസ് സോ ദാറ്റ് ഇറ്റ് പൊസിഷൻ വെക്ടർ അറ്റ് ടൈം t ഈസ് R ഓഫ് ടി ഈക്വൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഡ്യൂറിംഗ് ദി ടൈം ഇൻട്രവൽ 1 to 5 കേട്ടോ. അപ്പോൾ ആദ്യം R ഓഫ് ടി എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ R ഓഫ് 5 നിന്ന് R ഓഫ് 1 സബ്ട്രാക്ട് ചെയ്യുക കേട്ടോ. R ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ ടിക്ക് എന്ത് ചെയ്യുക? 5 ഇട്ട് കൊടുക്കുക. R ഓഫ് 5 എന്ന് പറയുമ്പോൾ ടിക്ക് 5 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 കോസ് 5π എന്ന് വരും. ഇവിടെ സൈൻ 5π എന്ന് വരും. ഇവിടെ 5k എന്ന് വരും കേട്ടോ. മൈനസ് വിത്ത് R ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ടിക്ക് 1 ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ഈ സൈൻ nπയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ രണ്ട് ടേം 0 ആയി പോകും. കോസ് 5πയുടെ വാല്യൂ ഇത്ര വരെ -1 ആണ് കേട്ടോ. മൈനസ് 4 ആയി വരും. ഇത് 5k. അറിയില്ലെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കോസ് പൈയുടെ വാല്യൂ ഇത്ര വരെ -1 ആണ്. അപ്പോൾ -4 വരും. പിന്നെ ഒരു +k വരും. ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യുക കേട്ടോ. -4i + 4i അത് കട്ടായി പോകും. 0 j ഇല്ല. 5k - k എത്ര വരും? 4k എന്ന് വരും കേട്ടോ. 4k എന്ന് വരും. ഇതാണ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 യൂണിറ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഈ ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല എന്താണ്? T1 to T2 നോം വി ഓഫ് ടി ഡി ടി. അപ്പോൾ ആർ ഓഫ് ടി എടുത്ത് എഴുതുക. ഒരു തവണ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം കേട്ടോ. ഒരു തവണ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോഴാണ് ഏത് കിട്ടുക? വി ഓഫ് ടി കിട്ടുക. അപ്പോൾ കോസ് പൈറ്റിയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് സൈൻ പൈറ്റി, പൈറ്റിയുടെ പൈ വരും. അതാണ് ഞാൻ അടുത്ത സ്റ്റേജിൽ എഴുതിയിട്ടുള്ളത്. സൈൻ പൈറ്റി, പൈറ്റിയുടെ പൈ വരും. സൈൻ പൈറ്റിയുടെ കോസ് പൈറ്റി, പൈറ്റിയുടെ എന്ത് വരും? പൈ വരും. പിന്നെ ഇവിടെ ടി ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് വരിക കേട്ടോ. ഞാൻ ഈ പൈ ഒക്കെ ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതി കേട്ടോ. അപ്പോൾ നോം വി ഓഫ് ടി എങ്ങനെ വരിക? സ്ക്വയർ റൂട്ട് ഓഫ്
4πയുടെ സ്ക്വയർ 16π² വരും, sin²πt. ഇവിടെ 16π² cos²πt എന്ന് വരും. പിന്നെ ഒരു 1 വരും കേട്ടോ. ഇതിൽ 16π² ഔട്ട്സൈഡ് എടുക്കുക, sin²πt പ്ലസ് cos²πt പ്ലസ് 1 വരും. ഇതിൻ്റെ വാല്യൂ 1 ആണ്. പ്ലസ് 16π² പ്ലസ് 1 വരും. ഇതിനെ അണ്ടർലൈൻ ചെയ്യുക. അതാണ് നോം വി ഓഫ് ടി. ഓക്കെ, ഇനി അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എസ് പറഞ്ഞാൽ 1 to 5. അവർ ഇത് തന്നിട്ടുണ്ട്, ലിമിറ്റ് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. ഓക്കെ, 1 to 5 ആണ് തന്നിട്ടുള്ളത്. 1 to 5 എന്നവർ തന്നിട്ടുണ്ട് കേട്ടോ. 1 to 5 ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നോം വി ഓഫ് ടിയുടെ വാല്യൂ ടു ഡി ടി. ഇത് കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുക. ഡി ടിയുടെ ഇൻ്റഗ്രൽ ടി വരും 1 to 5. ആദ്യം 5 ഇട്ട് കൊടുക്കുക, പിന്നെ 1 ഇട്ട് കൊടുക്കുക കേട്ടോ. 5 - 1ൻ്റെ വാല്യൂ 4 വരും. ഞാൻ അണ്ടർലൈൻ ചെയ്യാം. അതാണ് എന്ത് വരുന്നത്, ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ഇതേ പാറ്റേൺ ഒരു ക്വസ്റ്റൻ ആണത്. ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓവർ ദി ഇൻഡിക്കേറ്റഡ് ടൈം ഇൻ ട്രാവൽ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ എന്താ വരിക, ആർ ഓഫ് പൈയിൽ നിന്ന് ആർ ഓഫ് 0 സബ്ട്രാക്ട് ചെയ്യുക കേട്ടോ. ആർ ഓഫ് പൈ എന്ന് പറയുമ്പോൾ എന്താണ്, ടിക്ക് പൈ ഇട്ട് കൊടുക്കുക. ഇവിടെ സൈൻ പൈ വരും, ഇവിടെ കോസ് പൈ വരും. ഓക്കെ, സൈൻ പൈൻ്റെ വാല്യൂ 0 ആണ്, കോസ് പൈൻ്റെ വാല്യൂ -1 ആണ് കേട്ടോ. ഇവിടെ ഐ വരും, ഇവിടെ -3j വരും. അണ്ടർലൈൻ ചെയ്യും. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല എന്താണ്, s = 0 to π നോം വി ഓഫ് ടി ഡി ടി. ഇക്വേഷൻ നമ്പർ 1. വി ഓഫ് ടി എന്ന് പറയുമ്പോൾ r' എന്നാണ് വരിക. ഇതിനൊരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 1ൻ്റെ 0 വരും, 3 sin ടിയുടെ എന്താ വരിക, -3 cos t. cos ടിയുടെ എന്ത് വരും, -3 sin t j എന്ന് വരും. അപ്പോൾ -3 cos t i -3 sin t j എന്ന് വരും. ഇതിൻ്റെ നോം വാല്യൂ കാണണം കേട്ടോ. നോം വി ഓഫ് ടി പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ്, ഓക്കെ, എന്താ വരിക, സ്ക്വയർ റൂട്ട് ഓഫ് -3 cos ടിയുടെ സ്ക്വയർ 9 cos² t വരും. ഇത് 9 sin² t വരും കേട്ടോ. അതിന് സമം 9 ഔട്ട്സൈഡ് എടുക്കുക. cos² t പ്ലസ് sin² t 1 ആണ് വരിക, 9 വരും. 9ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര വരും, 3 വരും. എസ് പറഞ്ഞാൽ 0 to π 3 dt. ഡിടിയുടെ ഇൻ്റഗ്രൽ ടി ആണ് വരിക. 0 to π ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായി. ഓക്കെ.